നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിൽ ശിക്ഷ കിട്ടിയ സമയത്ത് സർക്കാർ ജോലി കിട്ടിയ ഒരാൾക്ക് ഈ കാലം കൊണ്ട് ഇത്രയും അവധി കിട്ടിയിട്ടുണ്ടാവില്ല. ജയിലിൽ കിടക്കുന്ന ദിവസമാണോ പരോളാണോ കൂടുതലെന്ന് ശങ്കിക്കും വിധമാണ് ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു നൽകിയത്. സർക്കാരിൻ്റെ സ്വന്തം പ്രതികൾക്ക് പരോൾ വാരിക്കോരിയാണ് കൊടുത്തത്. അതിനായി ജയിൽ നിയമത്തിലെ സർവ്വ സാധ്യതകളും സർക്കാർ പ്രയോഗിച്ചു. കെ.സി. രാമേന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068 ദിവസം, സിജിത്തിന് 1078 ദിവസം, ടി.കെ. രജീഷിന് ലേശം കുറഞ്ഞുപോയി, 940 ദിവസമേ കിട്ടിയുള്ളൂ. ഷനോജിന് 925 ദിവസം, MC അനൂപിന് 900 ദിവസം, കിർമാണി മനോജിന് 859, മുഹമ്മദ് ഷാഫിക്ക് 656, റഫീഖിന് 752 ദിവസം പരോൾ അനുവദിച്ചു. പരോളിലിറങ്ങി വേറെ കേസിൽ പ്രതിയായി അകത്തായ കൊടിസുനിക്ക് മാത്രമാണ് പരോൾ കുറഞ്ഞു പോയത്. 60 ദിവസത്തെ പരോളാണ് കൊടിസുനിക്ക് കിട്ടിയത്. സർക്കാർ അതിഥികളെ പോലെയാണ് ഇവരെ ജയിലിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയാം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സർക്കാർ അതിഥികളോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ വാരിക്കോരിയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. അവർ അകത്ത് കിടന്ന അത്ര ദിവസം തന്നെ ഇവർക്ക് പുറത്തിറങ്ങി സ്വതന്ത്രമായി നടക്കാനുള്ള അവസരം കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഈ അതിഥികളെയൊക്കെ സ്വീകരിക്കുന്ന മട്ടിലാണോ ഈ പ്രതികളെ സ്വീകരിച്ചിരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എനിക്ക് ആദ്യമായൊരു പ്രതിഷേധം അറിയിക്കാൻ നിങ്ങളോട്. പറഞ്ഞോളൂ. ഈ 16 ജില്ലാ സമ്മേളനം കേരളത്തിൽ നടന്ന CPM-ന്റെ 5 പൊതുയോഗത്തിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് ഒരൊറ്റ സംരക്ഷണം നിങ്ങളുടെ ന്യൂസ് 18 കൊടുത്തിട്ടില്ല. പ്രധാനമന്ത്രി ഡൽഹിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിലും പ്രസംഗിച്ചിട്ടില്ല, ലൈവായി നിങ്ങൾ കൊടുത്തിട്ടില്ല. അതാദ്യമായിട്ട് ഞാൻ പ്രതിഷേധം. ശ്രീ കുഞ്ഞഹമ്മദ്, അതിനകത്തൊരു വിഷയം പറഞ്ഞോട്ടെ. ഒരു സംസ്ഥാനത്തിന്റെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മാത്രമല്ല എല്ലാ ചാനലുകളും അത് കൊടുക്കും. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗങ്ങളൊക്കെ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളും വാർത്താ സമ്മേളനങ്ങളാണെങ്കിൽ മൊത്തം ലൈവായി തന്നെയാണ് കൊടുക്കുന്നത്. പ്രസംഗങ്ങളാണെങ്കിൽ പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് അങ്ങനെ മുഴുവൻ ലൈവായി കൊടുക്കാറില്ല. അങ്ങനെ പകുതി കാര്യങ്ങൾ അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയോ അത്തരം വിവാദ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ലൈവായി കൊടുക്കുന്നത്. അല്ലാതെ എല്ലാ 14 പ്രസംഗങ്ങളും നമുക്ക് മുഴുവൻ ലൈവായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കും. അത് മുഴുവൻ ലൈവായി കൊടുക്കാൻ സാധ്യമല്ല. മറ്റേത് ഒരു സംസ്ഥാനത്ത് 5 വർഷത്തിനിടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അതിന്റെ വിജയത്തിൽ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ സ്വാഭാവികമായും ആളുകൾക്ക് താല്പര്യമുണ്ട്. അത് കൊടുത്തു. അല്ലാതെ അങ്ങനെ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ അങ്ങനെ പ്രത്യേകിച്ച് വിവേചനമോ അധിക പരിഗണനയോ ഒന്നുമില്ല. പറഞ്ഞോളൂ. കറണ്ട് പോയി. ശരി, ഓക്കെ, താങ്കൾ അഭിപ്രായം പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമുക്ക് യൂട്യൂബിൽ കാണാം. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ജയിൽ സൂപ്രണ്ടാണ് ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നത്. എന്നാലും ഇങ്ങനെ അങ്ങ് കൊടുക്കാവോ? ഇതെല്ലാം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല കൊടുക്കുന്നത്. ജയിൽ സൂപ്രണ്ടിന് തോന്നുന്നു. ശരി, അത് ജയിൽ ഉപദേശ സമിതിയുടെയും ജയിലിലൊക്കെ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഒരു താല്പര്യമില്ലാതെ എല്ലാ പ്രതികൾക്കും ഇത്തരത്തിലൊക്കെ പരോൾ കിട്ടുന്നുണ്ടോ? അർഹതപ്പെട്ടതാ കിട്ടിയത്. ശരി, ഓക്കെ, എന്നാലും താങ്കൾക്ക് അങ്ങനെ പറയാം. പക്ഷേ എന്തായാലും സാധാരണ ജനത്തിന് അങ്ങനെ ഒരു തോന്നലല്ല ഉള്ളത്. ഇവരൊക്കെ അകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ ദിവസം പുറത്ത് കിടക്കുന്ന അവസ്ഥയെ കുറിച്ച് അങ്ങനെ ഒരു തോന്നലല്ല ജനത്തിന്. ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, പരോളും വേണം, എല്ലാം വേണോ? ശരി, ഓക്കെ. എന്നാലും ശ്രീ ഇടയം മുരളിയാണ്. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കൊക്കെ ഇങ്ങനെ ഒരു പലർക്കും 3 പേർക്ക് 1000 ദിവസത്തിൽ കൂടുതലാണ് പരോൾ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് 3 വർഷം പരോൾ എന്ന് പറയുന്നത്. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. CPM-ന്റെ ഈഗോയിസത്തിന്റെ ഇരയായി, അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറിയ ടി.പി. ചന്ദ്രശേഖരനെ അദ്ദേഹത്തിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ പോലും പരോളിന് അർഹതയില്ല. പിന്നെ ജയിലിൽ CPM-ന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നല്ല സൗകര്യങ്ങളാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. പല ജയിലിലും അവർക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ വരെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊല്ലം ജയിലിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവിടെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് മദ്യപാനമുണ്ട്. പിന്നെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന് ജനം തള്ളിക്കളയുന്നതിന് ഒരു തെളിവാണ് കെ രമ എന്ന MLA-യുടെ ഉദയം. ശരി, ശ്രീ പ്രേമനാണ് പിണറായിയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് കണ്ണൂരുകാരൻ എന്ന നിലയ്ക്ക് കുറെ കൂടി ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളിലെ 3 പേർക്ക് 1000 ദിവസത്തിൽ കൂടുതലാണ് ഇതുവരെ പരോൾ കിട്ടിയത്. മറ്റു 3 പേർക്ക് 500 ദിവസത്തിൽ കൂടുതലാണ്.
അല്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇതുപോലെ പല രീതിയിലെ പാർട്ടികൾ നമ്മള് അതിന് ഉദാഹരണമാണ് എന്റെ നാട്ടുകാരൻ തന്നെ ആയിട്ട് ഒരാള് KPCC മെമ്പറാ. അദ്ദേഹം മമ്പറം ദിവാകരൻ എന്ന പേര്. അദ്ദേഹം താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. ദിവാകരൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം 3.5 വർഷം തടവിൽ ശിക്ഷിക്കപ്പെട്ട ഒരാള് 3.5 വർഷം ജയിലിൽ കിടന്നു. ഇതെന്റെ ശരി, ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്ത് നിന്ന്. ആൾക്കാർ ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്ത് നിന്ന്. താങ്കളുടെ പ്രേമന്റെ സംസാരം പൂർണ്ണമായും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, പറഞ്ഞോളൂ. ഇത്തരത്തില് ജാമ്യങ്ങൾ അനുവദിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളാണ് ഇപ്പം ഇന്നലെ കണ്ട നഴ്സിംഗ് കോളേജിൽ വരെ കണ്ടത്. ഇതിനു മുമ്പ് ആ പൂക്കോട്ട് സർവകലാശാലയിലും ഒക്കെ നടക്കുന്ന അതായത് തെറ്റ് ചെയ്തവനൊക്കെ ശിക്ഷ കിട്ടാതെ വെളിയിൽ നിൽക്കുന്നു, വീണ്ടും പഠിക്കാനുള്ള അവസരം വരെ കൊടുക്കുന്നു. അപ്പൊ ഈ TP ചന്ദ്രശേഖരന്റെ അവിടെ നിന്നോട്ട് മാത്രം ഞാൻ എടുക്കാം, അതിന്റെ പിറകിലേക്കുള്ളത് പറയുന്നില്ല. അവിടെ നിന്നോട്ട് വരുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് അതിക്രൂരമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നാൽ ഇപ്പൊ കാരണവരെ കേസിൽ തന്നെ ആ പെങ്കൊച്ചൊന്നും അധിക ദിവസമൊന്നും അതിൽ കിടന്നിട്ടില്ല, എന്നും ജാമ്യാന്നാ പറഞ്ഞത്. ഈ കോടതി എങ്ങാനും നേരിട്ട് ഇടപെട്ടിട്ട് ഇത്തരത്തില് ഇവരിങ്ങനെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ കോടതി തന്നെ ഇങ്ങനെ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല. നേരത്തെ ഒരാൾ പറയുന്നുണ്ട് ജയിൽ സൂപ്രണ്ടാണ് അങ്ങ് ജാമ്യം അനുവദിക്കുന്നത്. അങ്ങനെയൊന്നും ജയിൽ സൂപ്രണ്ടൊന്നും അല്ല. ജയിൽ സൂപ്രണ്ടിന് നല്ല സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ജയിൽ സൂപ്രണ്ട് അങ്ങ് ചെയ്യത്തുള്ളൂ, അല്ലെ അദ്ദേഹത്തിന് ജോലി ഉൾപ്പെടെ പോകുന്നത്. ഇത് ഇവർക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ഹൈ റെക്കമെൻഡേഷൻ നടത്തിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാറിന്റെ മുകളിലും പ്ലെയിനിന്റെ മുകളിലും കയറിയിരുന്ന് കാണിക്കുന്ന പാർട്ടിയും ഈ സെന്റ് ഓഫും കൂടെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ കണ്ടുവളർന്ന പിള്ളേരാണ് ഇന്നലെ കണ്ടിൽ എന്തോ കാണിക്കുന്നത്. അതെ, അതൊക്കെ കണ്ടുവളരുന്ന കുട്ടികൾ കൂടി ആ തരത്തിലേക്ക് മാറുന്നുണ്ട്. ശ്രീ ശിവദാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ TP ചന്ദ്രശേഖരന്റെ ആൾക്കാര് അകത്ത് കിടക്കുന്നതും പുറത്ത് കിടക്കുന്നതും നിയമസഭ ഭരിക്കുന്നതും അകത്ത് കിടക്കുന്ന ഒരേ ആൾക്കാരല്ലേ? കാരണം ഇവിടെ ഒരാളിന് എന്താ പറയുക, CPMന്റെ ജയിലിലൊക്കെ ആൾക്കാരെ മാലയിട്ട് പൂവണിഞ്ഞ് മേളവും ആദരവും കൊടുത്താണ് കൊണ്ടുവരുന്നത്. 10-30 കഷ്ടങ്ങളാക്കി കൊന്ന ഒരു വ്യക്തിയെ കൊലയാളികളെ ഈ ഭരണസ്വാധീനം വെച്ചുകൊണ്ട് ജയിൽ DGPയും ജയിൽ സൂപ്രണ്ടിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ ജാമ്യം കൊടുക്കുമ്പോൾ, പരോൾ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് അവകാശമുണ്ടോ എന്ന് ആദ്യം നമ്മളും ഈ മാധ്യമങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ശിവദാസൻ, പലപ്പോഴും ഈ നിയമത്തിന്റെ പഴുതുകളൊക്കെ ഉപയോഗിച്ച് പരോൾ കൊടുക്കുന്നതിന് കുറേ വ്യവസ്ഥകളും ഇളവ് കൊടുക്കുന്നതിനൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേക നല്ല ആളുകൾക്ക്, കൂടുതൽ നന്നായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഈ എല്ലാ ഇളവുകളുമാണ് ഇവർക്ക് പരമാവധി ഉപയോഗിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നിയമത്തിന് പരമാവധി അതാണ് സാറേ, പരമാവധി ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ അതുപോലെ അവകാശമില്ല. അത് കോടതിയുടെ അത് അവകാശം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചോദിക്കരുത്, സമയം തരണം. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മറ്റേ രണ്ടും പഠിച്ചു കൊന്നല്ലോ, വീണ്ടും കൊന്നല്ലോ. അത് പറഞ്ഞത് പരോൾ അനുമതി ജാമ്യം എടുത്ത ആള് ജാമ്യം കൊടുത്തതാണ്, അത് പഞ്ചായത്ത് വിട്ട് പോകാൻ പാടില്ല. അത് ജാമ്യം കൊടുത്ത ആൾ എന്ത് ശിക്ഷ ചെയ്താലും പോലീസ് പിടിക്കാൻ അധികാരമില്ലെന്ന്. ഇത് ഒരു നിയമസഭയിൽ പറഞ്ഞതാണ്, നമ്മൾ കേട്ടതാണ്. അങ്ങനെ അല്ല പറഞ്ഞത്. അത് താങ്കൾ കേട്ടതിനകത്ത് ചില പ്രശ്നങ്ങൾ കൂടിയാണ്. അങ്ങനെ അല്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഇന്നും എത്രയും വേഗം ജാമ്യം കൊടുത്ത് യുവാക്കളെ ക്രിമിനലുകൾ ആക്കാലോ, വേഗം. അതങ്ങനെ ഒരു മെസ്സേജ് അല്ല ഇപ്പൊ കൊടുക്കുന്നത്. എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും ജാമ്യവും കിട്ടും, അവർക്ക് വീണ്ടും കോളേജിൽ പഠിക്കുന്നവർക്ക് വീണ്ടും സീറ്റും കിട്ടും. അപ്പൊ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുവാക്കളെ സൃഷ്ടിക്കട്ടെ, നല്ല ക്രിമിനലുകളെ. ഓക്കെ, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പലർക്കും 1000 ദിവസത്തിനു മേലൊക്കെയാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. പരോളിന് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് പരോൾ കൊടുത്ത് ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. ഇത് എന്തൊരു സർക്കാരിന്റെ ഏർപ്പാടാണ് ഇതൊക്കെ കാണിക്കുന്നത്? ഇത് ആരെ പഠിപ്പിക്കുകയാണ്? ഇവര് ഇനിയും ജയിച്ച് ഇനി അടുത്ത ഭരണത്തിൽ കയറുമോ ഇവര്? എന്തിനിങ്ങനെ പരോള് കൊടുക്കുന്നേ? ആരുടെയും മരണത്തിന് ഒരു ദിവസത്തെ പരോള് ഓക്കെ സംഭവിച്ചു. ഇതിങ്ങനെ 1000-500 ദിവസത്തെ പരോള് കൊടുത്തിട്ടുണ്ട് കാര്യം എന്തോ? ഇന്നത്തെ വാർത്തക്കകത്ത് കണ്ടില്ലേ, റഹീമിന് ഇന്നും 8ാം തവണയും കോടതി മാറ്റിവെച്ചിരിക്കുക. ഇത് ഈ സർക്കാർ എന്തോ കാണിക്കുക? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
ഈ പ്രതികൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ പരോളിനെ കാണുന്നത്? ശ്രീ പ്രദീപ് പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മണിലാലാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മണിലാൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കിരൺ സാറേ, ഇതിലിപ്പോ കാണാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോ ഈ പ്രതികളോടുള്ള ഒരു സ്നേഹം മാത്രമല്ല, ഇതും കൊണ്ട് ഇത്തരം ക്രിമിനൽസിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാർട്ടി നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. അതായത്, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നാളെകളിലും പാർട്ടിക്ക് വേണ്ടി എന്ത് ക്രിമിനൽ പരിപാടിയിലും പങ്കെടുത്താൽ ഞങ്ങളുണ്ട് കൂടെ എന്നൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് നൽകുന്നത് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇതൊരു സർക്കാർ, ഇപ്പൊ ഈ ജയിൽ സൂപ്രണ്ട് വിചാരിച്ചാലൊന്നും ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല. ഇത് സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാണ് നടക്കുന്നതെന്നുള്ളത് എത്ര ബുദ്ധിയില്ലാത്തവർക്ക് പോലും മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ ഈ ചാനലിൽ കാണിച്ചില്ല എന്നുള്ളത് സാർ ഒരു വിഷമം അതിൽ കാണിക്കേണ്ട കാര്യമില്ല. അതൊന്നും നടക്കുന്ന കാര്യമില്ല. പാർട്ടി സമ്മേളനത്തിന് ഒരാൾ പ്രസംഗിക്കുന്ന എത്രയോ നീണ്ട സമയമാണ്. അതൊക്കെ ചാനൽ കാണിക്കാൻ പറ്റുമോ? അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേൾപ്പിക്കാമെന്ന് മാത്രം. അത്രയും ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ മാത്രം. ശരി, ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്ന ഈ അമിതമായ പരോളിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? നമസ്കാരം. നമസ്കാരം. എനിക്ക് ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ഒരു കാര്യം വ്യക്തമാക്കി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ TP വധത്തിനകത്ത് യാതൊരു പങ്കും പാർട്ടിയിൽ ഒരാൾക്കും ഇല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വാരിക്കോരി പരോൾ അകത്ത് കിടക്കുന്നേക്കാൾ എത്രയോ ഇരട്ടി ദിവസം പുറത്ത് വിലസിക്കൊണ്ട് നടക്കണ ഇവര്. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ മണിലാല് പറഞ്ഞ പോലെ ഇത് പ്രേരണയാണ്. ഇനിയും നിങ്ങൾ കൊലപാതകം നടത്തിക്കൂ, ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്, നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യം കിട്ടുമെന്നുള്ളത്. എല്ലാം ശരിയാകും കിരണ, പേടിക്കേണ്ട, എല്ലാം ശരിയാക്കി തരും. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അതായത് എനിക്ക് പറയാനുള്ളത്, ഈ പണ്ടത്തെ കാലത്ത് ഈ രാജഭരണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ രാഷ്ട്രീയ ഭരണം വന്നത്. ഇപ്പൊ വീണ്ടും രാഷ്ട്രീയ ഭരണം രാജഭരണം പോലെ ആയിക്കൊണ്ടിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നാണോ ഈ അക്രമ രാഷ്ട്രീയം? ഒരിക്കലുമല്ല. അക്രമ രാഷ്ട്രീയം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ അക്രമം എന്ന് പറയുന്നത്. പൊളിറ്റിക്സിന്റെ എല്ലാ വശവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പണ്ടത്തെ കാലത്തുള്ള നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കാലത്തുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തിനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ കണ്ണൂരുകാരൻ എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ അനുഭവ പരിചയമൊക്കെ കാണും. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലർക്കും വൻ 1000 ദിവസം, ഏകദേശം 1098 ദിവസം എന്നൊക്കെ പറയുമ്പോൾ 3 വർഷത്തിന് മേലെയാണ്, അല്ലെങ്കിൽ 3 വർഷമാണ് അവരുടെ ജാമ്യം പരോൾ കാലാവധി. ഇതൊക്കെ തീർത്തും അപലപനീയം എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ ബാക്കിയില്ല. കാരണം നമ്മളെ നിയമത്തിലെ അപാകതയാണ് കിരൺ ബാബു ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ ജുഡീഷ്യറി എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് കാണുന്നില്ല ഈ കാര്യങ്ങളിൽ? ഇത്രയും പരസ്യമായിട്ട് ഇപ്പൊ 3-ൽ 1 ദിവസമാണ് വിചാരിക്കട്ടെ, 3 ദിവസം ഉള്ളിൽ കിടക്കുമ്പോൾ ഞാനൊക്കെ പുറത്ത് ആ അവസ്ഥയാണ്. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇപ്പൊ 3 കൊല്ലം പുറത്തുതന്നെ 10 കൊല്ലത്തിന് അവര് 7 കൊല്ലം ജയിലും 3 കൊല്ലം പുറത്തു. അപ്പൊ ഇത് കോടതി ഇടപെട്ട് ഇപ്പൊ ഈ നിസാം, നമ്മളെ ഈ പൈസക്കാരെ കുറിച്ച് ഇതൊക്കെ പുറത്തു വിടാൻ പറ്റാതെ ഒരാളെ ആ നിസാമാണ്. ഇത് നമ്മുടെ തൃശ്ശൂര് ശോഭാ സിറ്റിയിലെ ചന്ദ്രബാബു വധക്കേസ് പ്രതി, അയാളെ പുറത്തിറക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ ബാർഗിയാണ് ശ്രമിക്കുന്നില്ല. ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. കോൺഗ്രസ് മെഡിക്കൽ സമയത്ത് കണ്ടില്ല, വളരെ ഇഷ്ടപ്പെട്ടവരെ പുറത്തിറക്കിയിട്ട് ഇത് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. ഇത് ഈ നിയമത്തിന് അപകടം ഒറ്റ വാക്കിയാണ് പറയാറുള്ളൂ. ഇത് നിയമത്തിലെ ഒരു അപകടം മാത്രമേ. ശരി, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ സന്തോഷ്, കേൾക്കാമോ? ഹലോ സന്തോഷ്, പറഞ്ഞോളൂ സന്തോഷ്. ഇത് എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ ഈ TP ചന്ദ്രശേഖരനെ കൊലപാതകം ചെയ്ത സമയത്ത് CPM പറഞ്ഞത് ഞങ്ങളല്ല കൊന്നത്, മാഷാളെന്ന സ്റ്റിക്കർ വെച്ച് അവരെ അതിന് തലയൂരാണെന്നാണ്. എന്നിട്ട് എവിടെ നിന്നാണ് പ്രതികളെ പിടിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ രണ്ടാമത് ഈ കോടതി വിധി ശിക്ഷ കൊടുക്കുന്ന കോടതി ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു റോഡിൽ കുഴി വന്നാലും ആനയെ ഓടിച്ചവരെ സ്വയം കേസെടുക്കുന്ന കോടതി ഇത്രയൊക്കെ പരോൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് അവർ ഗവൺമെന്റിനോട് ഒരു ചോദ്യങ്ങളും ചോദിച്ചൂടെ, വിളിച്ചു വരുത്തിക്കൂടെ അവരെ? ഇത് ഒരു സൂപ്രണ്ടിന്റെ ഒരു ഇതിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല.
സമ്മർദ്ദം കൊണ്ടാണ്. അതായത് ആഭ്യന്തരമന്ത്രിയുടെ സമ്മർദ്ദം തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഇത് സമ്മർദ്ദം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ പുറത്തിറക്കുന്നത് പുറത്തുള്ള ആൾക്കാർക്കും കൂടെ ഇനി മനസ്സിലാക്കണം. ഞങ്ങൾ എത്ര പേരെ കൊന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ജയിലിൽ പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് അവർക്കൊരു സന്ദേശമാണ്. പിന്നെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കേട്ടു, CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന് മുഖ്യമന്ത്രി പ്രസംഗിച്ച കേൾപ്പിച്ചില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ച കേൾക്കാൻ അവർ കേൾപ്പിക്കേണ്ടത് കൈരളി ചാനലാണ്, ബാക്കിയുള്ള ചാനലുകളല്ല. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഈ മുഖ്യമന്ത്രിയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. അത് പാർട്ടിപരമായിട്ടുള്ളതാണ്. അത് കേൾക്കേണ്ടത് കൈരളി ചാനലിലൂടെ കേൾക്കുന്നവർ കേൾക്കണം. ശ്രീ സന്തോഷ്, അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എവിടെ പ്രസംഗിക്കുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കേൾപ്പിക്കും. നമുക്ക് വാർത്തയാണ് പ്രധാനം, അത് എവിടെ പറയുന്നു എന്നുള്ളതല്ല. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. 8 വർഷം കൊണ്ട് 3 വർഷത്തേക്ക് പരോള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങളത് ഇവരെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പഠനം തീരുന്നതിനുള്ളിൽ വെച്ച് ഇവരെ പുറത്തിറക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം അടുത്ത ഇലക്ഷന് ഗുണ്ടകളെ ആവശ്യമാണ്. ഇത് കോടതിയുടെ മിസ്റ്റേക്കാണ്, കുഴപ്പമാണ്. ഞാൻ പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു കൊലക്കേസ് പ്രതിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ മരണകാലം വരെ പരോളില്ലാത്ത രീതിയിൽ ശിക്ഷ കൊടുക്കണം, ശിക്ഷിക്കണം. അതാണ് എല്ലാ പ്രതികൾക്കും അങ്ങനെയല്ല. ചിലർക്ക് മാനസാന്തരമൊക്കെ ജയിൽ കാലയളവിൽ ഉണ്ടാവും. അപ്പോൾ അവരുടെ മനുഷ്യാവകാശങ്ങൾ കൂടി വെച്ചിട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ മാനസാന്തരം അന്നേരമല്ലല്ലോ ഉണ്ടാകേണ്ടത്. ഇത് ഒരു കൊല നടത്തുന്നതിന് മുമ്പ് മാനസാന്തരം ഉണ്ടാകേണ്ടതല്ലയോ? ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട്, എന്ത് പറ്റി? വിളിച്ചൊന്നും എടുക്കുന്നില്ല സാറേ. എടുക്കാത്തതല്ല, ഇവിടെ ഒരുപാട് പേരുടെ കോള് വരുന്നതുകൊണ്ടാണ്. എന്നാലും അനിയൻകുട്ടൻ പറഞ്ഞോളൂ. ശരി. ശംഭു മഹദേവ, ഇത് ചൈനയാണോ, പാകിസ്ഥാനാണോ, ഉത്തര കൊറിയയാണോ, റഷ്യയാണോ? പേടിച്ച സാറേ നമ്മളിപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇവിടെ ജീവിക്കേണ്ട ഗതികേട് വരുന്നത്. അതെന്താണ് അങ്ങനെ പേടിക്കേണ്ട അവസ്ഥ നടക്കുന്ന കേട്ടോ? ഈ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ഇപ്പൊ ആ ജയിലിലോട്ടൊക്കെ അങ്ങ് ചെല്ലുമ്പോഴേ പോലീസുകാർ പേടിച്ച് കൈയും കൂപ്പി ആ ക്രിമിനലെ കണ്ടെന്ന് നിൽക്കുക. നമ്മളിപ്പോ നിങ്ങളെ ആ ചാനൽ കാണിച്ചോണ്ടിരിക്കുക പേടിച്ച്. ഇതെന്തോ ഒരു ഭരണമാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ കാണിക്കുന്നത്. പോലീസുകാർ പോലും പേടിച്ച് അവരെ പറഞ്ഞ ഒരു വലിയ VIP വരുന്ന ഒരു അവസ്ഥ അവർക്ക് കൊടുത്ത് അവരെ വലിയ പുള്ളികളായിട്ട് ഇവർ കൊണ്ട് കാണിക്കുക. പോലീസുകാർ പോലും ഇങ്ങനെ ചാരി നിന്ന് അവരെ താങ്ങിയെടുത്താ കൊണ്ടുപോകുന്നത്. നമ്മൾ പേടിച്ചല്ല. ഇപ്പൊ ഇവിടെ തന്നെ കഞ്ചാവ് എന്തുമെല്ലാം കൊലയാളെ എന്തെല്ലാം അക്രമങ്ങളാണ് ഇതായി നമ്മൾ ഈ സംസ്ഥാനം നടക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ കാര്യം ചോദിക്കുമ്പോൾ ഒന്ന് UP പോവും, ഗുജറാത്തിൽ പോവും, പിന്നെ കർണാടകയിൽ പോവും, തമിഴ്നാട് മാത്രം പറയല. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പണി നോക്കലാന്ന് പറയും. ഇതാണ് ഇവിടെ പറഞ്ഞ ഈ ഭരണം. ഇത് രാഷ്ട്രപതിയും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയും പിന്നെ കോടതിയും പിന്നെ ഗവർണറും ഒക്കെ ഇടപെട്ട് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിലീപ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ യൂട്യൂബിൽ ചോദിക്കുന്നു, വാളയാർ കേസിൽ നിങ്ങൾ മാധ്യമങ്ങൾ പാർട്ടി എത്ര കാൽ വേട്ടയാടി, ഇപ്പോൾ CBI റിപ്പോർട്ടിനെ പറ്റി മാധ്യമങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്, അതുപോലെയുള്ള ഇതും എന്ന് പറയുന്നു. ശ്രീ ദിലീപ് കുമാർ, അങ്ങനെയല്ല. CBI റിപ്പോർട്ട് വന്നപ്പോഴും മാധ്യമങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. അല്ലാതെ മാധ്യമങ്ങൾക്ക് നേരത്തെ അറിയില്ല ഇത് ആരാണ്, ഇതിൽ അമ്മയാണോ പ്രതി, അച്ഛനാണോ പ്രതി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ പ്രതി ഒന്നും മാധ്യമങ്ങൾക്ക് അന്വേഷണ ഏജൻസിയുടെ ചുമതലയൊന്നുമില്ല. അതാത് കാലത്ത് വരുന്ന ആ കുട്ടികൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാധ്യമങ്ങൾ നിൽക്കും. അവിടെ ആ സമയത്ത് താമസമുണ്ടായി. CBI അന്വേഷണം വന്നപ്പോഴാണ് അത്തരം ഒരു റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ ചില കേസിലൊക്കെ CBIയുടെ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തായാലും ആ കേസിൽ താങ്കൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ മാധ്യമങ്ങളുടെ പ്രത്യേക അജണ്ടയൊന്നുമില്ല. അതുപോലെയല്ല ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് എന്നതുകൂടി ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഈ പ്രതികളുടെയൊക്കെ പങ്കിനെക്കുറിച്ച് ഇവരാരും നിരപരാധികളാണെന്ന് ചിന്തിക്കുന്നവരല്ല കേരളത്തിലുള്ള മനുഷ്യരാരും. ശ്രീ ശങ്കുണ്ണിയാണ് പൂക്കോട്ടൂരിൽ നിന്നാണ്. ശ്രീ ശങ്കുണ്ണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 6 പ്രതികൾക്ക് 500 ദിവസത്തിനു മേൽ, 3 പേർക്ക് 1000 ദിവസത്തിനു മേലാണ് പരോൾ അനുവദിക്കപ്പെട്ടത്. സാറേ, അത് CPM ഭരിക്കുമ്പോഴേ അതൊന്നും വലിയൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. നാളെ നമ്മൾ MP ഗോവിന്ദന്റെ ഒരു പ്രസ്താവന വരും. CPM-ന്റെ ക്രിമിനൽ പ്രതികളെ, ജയിലിലുള്ള പ്രതികളെ വിട്ടത് കൊണ്ട് സോഷ്യലിസം നടപ്പാവും ഇവിടെ എന്നുള്ളൊരു പ്രസ്താവന കൂടി വരും. അതും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ പലതും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഇത് അതിനപ്പുറവും സംഭവിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും അങ്ങനെയല്ല. നമ്മൾ ഒരു പാർട്ടി നേതാവിന്റെ പ്രതികരണത്തെ കണ്ടത്. ശ്രീ സിദ്ദിഖിനെയാണ് വടക്കാഞ്ചേരിയിൽ നിന്നും. ശ്രീ സിദ്ദിഖ്, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഈ നിയമം എത്രയും പെട്ടെന്ന് മാറ്റി എഴുതിട്ട് വരും. കാരണം എന്ത് കുറ്റം ചെയ്താലും ആ കുറ്റവാളികൾക്ക് ജയിലിൽ പോവുക, ജയിലിൽ നമ്മുടെ നികുതി പണം വെച്ച് ഈ നാട്ടുകാരെ നികുതി പണം വെച്ച് അവരെ തീറ്റിപ്പോറ്റി വളർത്തുക, അവർക്ക് ശമ്പളം കൊടുക്കുക.
അപ്പൊ ഈ കുറ്റവാസന ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ജനങ്ങൾ. അങ്ങനെയുള്ള ഈ അവസ്ഥ നമ്മൾ മാറണം. അത് മാറാത്തിടത്തോളം കാലം ഈ നിയമത്തിന്റെ പഴുതിലൂടെ ഈ കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോവുക. ഈ നാട്ടിൽ സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. ഇതിന് മാറ്റം വരണ്ടേ സാർ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ പാവപ്പെട്ട നിരപരാധികളെ പിടിച്ച് അകത്തിട്ടാലേ അവരവരുടെ പാർട്ടിക്കാരെങ്കിലും രക്ഷിച്ചെടുത്ത് കൊണ്ടുവരേണ്ട ചുമതല അവരവരെ സർക്കാർ കാണിക്കണ്ടേ? ജഡ്ജി ചുമ്മാ ആയിട്ട് വന്നതുപോലെ എന്തെങ്കിലും ശിക്ഷിക്കും. അപ്പൊ അതിനനുസരിച്ച് പാർട്ടിക്കാർക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? മന്ത്രി തന്നെ ഒരു കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും വീണ്ടും ആ പ്രതിയെ നാട് കടത്തിയിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് വീണ്ടും നാട് കടത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾ നേരെ തിരിച്ചു കൊണ്ടുവരും. കാരണം ഇവരൊക്കെ നിരപരാധികളാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ എല്ലാം നിരപരാധികളാണ്. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, ഈ പ്രതികൾക്ക് 3 പേർക്ക് 1000 ദിവസത്തിന് മേലാണ് പരോൾ കിട്ടിയത്, മറ്റു 3 പേർക്ക് 500 ദിവസത്തിന് മേൽ. ഇവർക്കൊക്കെ ഈ സർക്കാർ അതിഥികൾ വരുന്നത് പോലെ, അവരുടെ ഇടയ്ക്ക് അതിഥി മന്ദിരത്തിൽ വരുന്നത് പോലെ ജയിലിൽ വന്നിട്ട് പോകുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, അങ്ങേറ്റത്തെ തെറ്റാ ചെയ്തത്. അത് ഏതായാലും പിണറായി വിജയന്റെ ഭരണം അവസാനിക്കാറായി. ഇപ്പൊ ഞങ്ങളുടെ UDF വരും. ഇതുപോലത്തെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ആന പോലും കാട്ടി നിറങ്ങത്തില്ല. നോക്കിയോ, നല്ല ഉഗ്രം ഭരണമായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, പണ്ട് മണല് വാരിക്കൊണ്ട് പോയ ഒരു പ്രതിയെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സുധാകരൻ ചെന്ന് ഇറങ്ങിക്കൊണ്ട് വന്നു, ചീത്ത വിളിച്ചു, ആ SI അടിക്കാൻ ചെന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാ. ഛത്രാസിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത MP-യുടെ മോനെ 4 ദിവസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങി റോഡിൽ കൂടെ നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ രാജൻ, അതുപോലെ ആണെങ്കിൽ പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഒരു മിനിറ്റ് എന്റെ ഭർത്താനും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സ്പോർട്സ് മന്ത്രി ആ ഹരിയാനയിലെ 6 പെണ്ണുങ്ങളെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യാതെ കൊണ്ടു നടന്നു BJP. അത് മനസ്സിലായല്ലോ. അതും ഇവിടെ നമ്മൾ കണ്ടതാ. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീം കുമാർ അങ്ങനെ മറ്റു പാർട്ടിക്കാരുടെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുന്നത് ന്യായമാണ്. സംഗതി പറയാം, വസ്തു തിരുത്തിയിട്ട് ആ കേസ് എടുക്കാൻ പോലും ഉമ്മൻചാണ്ടി സമ്മതിച്ചില്ല. അങ്ങനെയുള്ള സ്ഥലമാണ്. ശ്രീ രാജേന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ രാജേന്ദ്രൻ, കേൾക്കാമോ? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. താങ്കൾക്ക് പറയാം. കേൾക്കാം സാറേ. എന്നാ പറ. നമസ്കാരം സാറേ. ഇതെന്താ സാറേ ഈ രാജ്യത്ത് ഇതെന്താ സാറേ നടക്കുന്നത്? ഇതെന്താ നടക്കുന്നത്? സാധാരണപ്പെട്ടവനൊന്നും ഒരു നീതിയില്ല. ഒരു നീതിയില്ല. ശരി, ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, ബാംഗ്ലൂരിൽ നിന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഈ അതിനെ ഒരു ലാർജർ വ്യൂവിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നിടം വരെ മാത്രമേ സർക്കാരിന്റെ റോളുള്ളൂ. അത് കഴിഞ്ഞാൽ കോടതിയാണ് അവരെ വിചാരണ നടത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഇറക്കി വിടണമെങ്കിലും കോടതിയാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് അല്ല. ഇപ്പോഴത്തെ അത് ഞാൻ പറയണം, നിയമപരമായിട്ടുള്ള നിയമത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ വരുത്താത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവരൊക്കെ ഇത്രയേറെ സുഖം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളത് കോടതിയുടെ നടപടിയല്ല. ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത് ശിക്ഷിക്കണോ രക്ഷിക്കണോ എന്നുള്ളത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. അങ്ങനെ മാറ്റം വരണം എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അതില്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എൻഡ്ലെസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റം വരുത്തുകയും ശിക്ഷിച്ച് കോടതി കഴിഞ്ഞാൽ ആ ശിക്ഷ മാറ്റണമെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത്തരത്തിലേക്കടക്കം മാറ്റം വേണമെന്നാണ് പറയുന്നത്. ശ്രീ മോഹൻ ജോസ് ആണ്. ശ്രീ മോഹൻ ജോസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 3 പ്രതികളുടെ ആകെ പരോൾ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അവരിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ജയിലൊക്കെ ഒന്ന് സന്ദർശിച്ച് മടങ്ങുന്ന അതിഥികളെ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ മോഹൻ ജോസ്, താങ്കൾക്ക് പറയാം. ശ്രീ മോഹൻ ജോസ്, കേൾക്കാമോ? ശ്രീ മുനീറാണ് പാലക്കാട് നിന്ന്. ശ്രീ മുനീർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. ശരി, ശ്രീ മുനീർ പറഞ്ഞോളൂ.
പിണറായി വിജയന്റെ ഈ ഭരണത്തിലും അതിനു മുമ്പും വളരെ TP വധക്കേസിലെ പ്രതികൾക്ക് ചട്ടലംഘമായിട്ട് പരോള് കൊടുക്കാനും അതുപോലെ തന്നെ സംഘപരിവാർ പ്രതികളായ കേസുകളിൽ അവർക്ക് ജാമ്യം കിട്ടാനുമാണ് ഈ ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇത് ഈ രീതി തുടർന്നു പോകുന്നത് ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിശ്വാസ്യത. ഇവിടെ ഇന്നലെയും ക്യാമ്പസുകളിൽ നടക്കുന്ന ക്രൂരമർദ്ദനം, ഇന്നലെ കൊച്ചി നഗരത്തിൽ കണ്ട ആ ഒരു ദൃശ്യങ്ങൾ, ഇവരൊക്കെ ഇത്തരത്തില് കാട്ടിക്കൂട്ടുന്നത് ഏത് നിയമത്തെ വിശ്വസിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ പിന്തുണയിലാണ്? ഇവിടെ ഈ നീതിന്യായ വ്യവസ്ഥയോട് എന്ത് വിശ്വാസമാണ് ഇത്തരത്തില് ഉണ്ടാവുന്നത്? ഇത്തരം ഈ നിയമലംഘനത്തിലൂടെ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നിയമത്തിന് ഏത് വഴുതുണ്ടായാലും സാധാരണ ജനത്തിന് നിയമവ്യവസ്ഥയിൽ വിശ്വാസം തോന്നണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇടിവ് സംഭവിക്കുന്നതാണോ എന്നുള്ള ഗൗരവമായ ആശങ്കയാണ് അദ്ദേഹം ഉയർത്തുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ളത് സാറേ, നിങ്ങൾ ഈ പരിപാടിക്ക് തൊട്ടു മുമ്പ് ഇതിലൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതില് ഈ പരിപാടിക്ക് മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ പിന്നെ നമ്മുടെ ചാനലില് ഞാനുണ്ട് ഇവിടെ. ഞാനുണ്ട് ഇവിടെ. അതിന്റെ ഹെഡ്ലൈൻസ് ഒരു അല്പം മാറ്റം വരുത്തി ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന് ഇതിന് കൊടുക്കണമായിരുന്നു, ഈ പരിപാടിക്ക് കൊടുക്കണമായിരുന്നു. എങ്കിൽ കുറച്ച് ഇതാരെ ഒരു നട്ടലില്ലാത്ത ഒരു പ്രതിപക്ഷമുള്ള ഈ സംസ്ഥാനത്ത് ഇതും നടക്കും, ഇതിന്റെ അപ്പുറവും നടക്കും. യവന്മാർക്ക് ജാമ്യം അനുവദിച്ച് അല്ലെങ്കിൽ യവന്മാർക്ക് പരോൾ അനുവദിച്ച് യവന്മാരെ പുറത്ത് വിട്ടില്ലെന്നുണ്ടെങ്കിൽ യവന്മാർ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ഒരൊറ്റയിടത്തിന് നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇത് ഇപ്പൊ ഈ യവന്മാർക്ക് കിട്ടിയിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ കാണുമ്പോ എല്ലാ പിന്നെ ഭീകരവാദികൾക്കും ഇവരെ കൂടെ നിൽക്കുന്ന എല്ലാ തെമ്മാടികൾക്കും ഉള്ള ഒറ്റ ആഗ്രഹം എങ്ങനെയെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഒരു കൊലപാതകം ചെയ്തിട്ട് പിന്നെ ജയിലിൽ പോവാൻ കൊതിയെടുത്ത് നടക്കുന്ന ആൾക്കാരാണ്. കാര്യം പിന്നെ അത്ര സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം ചെയ്യണം, ഇതിനൊക്കെ ഭാഗ്യം ചെയ്യണം. ഗൾഫിൽ പോയ അവര് ഗൾഫിൽ പോയിട്ട് പിന്നെ നാട്ടിൽ വന്ന് സുഖം അനുഭവിക്കും പോലെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ ഗൾഫിലാണെങ്കിൽ ഇത്രയൊന്നും അവധി കിട്ടില്ല കേട്ടോ. അല്ല, ഇത്രയും സുഖവും കിട്ടൂലല്ലോ. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഇതെന്ന് പറഞ്ഞാൽ സുഖം മാത്രമേ ഉള്ളൂ. ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം ജുരേൻ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് പിന്നെ അവരുടെ എന്താ പറയുന്ന അതിഥികൾ തന്നെയാണ്. ഈ LDF വരും എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞ് കയറിയവരല്ലേ. പിന്നെ അവരെന്തിനാ, അവരുടെ അണികൾ എന്തിനാ ഈ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെയാണ്, കോൺഗ്രസ് ഭരിച്ചപ്പോ ഇന്നാണൊക്കെ ചെയ്ത് അതെല്ലാം ശരിയാക്കാൻ വേണ്ടി കയറിയവരല്ലേ ഇവര്. അപ്പൊ അതെല്ലാം ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റു പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ടല്ല ഇവരുടെ കാര്യങ്ങൾ നടത്തേണ്ടുന്നത്. ഇത് ഇനിയും ആൾക്കാർക്ക് നല്ല ഒരു എന്താ പറയുന്നത് ഉത്തേജനം നല്ലതാണ്. ഇനിയും കേസുകൾ വന്നാല് ജയിലിൽ പോയാൽ നല്ല സുഖമായിട്ട് ഇറങ്ങി വരാം. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മുമ്പ് ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വരേണ്ടതില്ലല്ലോ എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. മുൻകാലങ്ങളിൽ ആളുകൾ ചെയ്ത തെറ്റുകൾ ഉള്ളതുകൊണ്ട്, തെറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ മാറ്റി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു ഭരണം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവർ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. ശ്രീ ബ്രോണിക്സ് ആണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ബ്രോണിക്സ്, ഇടുക്കിയിൽ എവിടുന്നാണ് വിളിക്കുന്നത്? സാറേ, ഞാൻ പീരുമേട്. ഓക്കെ, ശരി. നമസ്കാരം. അപ്പൊ പിന്നെ പീരുമേട് തന്നെ നമുക്ക് പേര് കൊടുക്കാം, അതല്ലേ നല്ലത്? പീരുമേടൊക്കെ എല്ലാവരും അറിയുന്ന സ്ഥലമല്ലേ? അതെ, ശരി. അപ്പൊ താങ്കൾ പറഞ്ഞോളൂ. ഇല്ല സാറേ, നമ്മുടെ നാട്ടില് ഒരുപാട് പേർക്ക് ഇങ്ങനെ പരോള് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് പരോള് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 1000 ദിവസം കൊടുക്കുന്നില്ലല്ലോ. അല്ല, ഒറ്റയടിക്കല്ല കൊടുത്ത, പല 15 പ്രാവശ്യം കൊടുത്തവരുണ്ട്. ശരി, ആയിക്കോട്ടെ. എന്നാലും നമ്മുടെ നാട്ടിൽ ദുബായിൽ ഒരു മരണത്തിന് തൂക്കിക്കൊല വിധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പണം പിരിച്ച് അവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച ആൾക്കാരിൽ. അപ്പൊ നമ്മുടെ ഒരാൾക്ക് ഇങ്ങനെ ഒരു എല്ലാ കാലത്തും ഒരു തെറ്റ് ചെയ്തവൻ ആ തെറ്റ് തന്നെ എല്ലാ കാലത്തും ചെയ്യണം എന്നൊന്നും അങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഈ കേസിൽ എത്ര ക്രൂരമായിട്ടാണ് അവർ ഇടപെട്ടതെന്നും അവർക്ക് പിന്നീട് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം ഉണ്ടായതായി ഒരു റിപ്പോർട്ടും ഇല്ല എന്ന് മാത്രമല്ല, പലർക്കും മാനസാന്തരം ഉണ്ടായിട്ട് ഇല്ല എന്ന് മാത്രമല്ല പുറത്തു വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കാണുകയും ചെയ്താണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ഇപ്പൊ വരുന്ന പാർട്ടിക്കാരൊക്കെ അവരുടെ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നോ അതിനെ ന്യായീകരിച്ചും മറ്റുള്ളവർ തെറ്റാണ് എങ്ങനെയല്ലേ പറയുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. പറയാനുള്ളത് ഈ രാഷ്ട്രീയ പ്രതികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജയിലിൽ എല്ലാ
എല്ലാവർക്കും ഇപ്പൊ ബാലകൃഷ്ണപിള്ള നമുക്കറിയാം, ഇടമലയർ കേസ് ശിക്ഷിച്ചിട്ട് എന്താണ്ടായ, ജയിലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ രാഷ്ട്രീയ പ്രതികൾക്ക് എല്ലായ്പ്പോഴും ഇരുമ്പിന്റെ അസുഖമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തിറക്കി വിട്ടതാണ്. ഞാൻ പറയാം, അതെ, ഒരു സംഗതി കൂടി സാറിന്റെ ഇതിലേക്ക് കൊണ്ടുവരാം. കൈവെട്ട് കേസിലെ പ്രതികളുണ്ടല്ലോ, സാറിനറിയാം, സാറിനേക്കാളും കൂടുതൽ എനിക്കറിയാം. എന്ന ഒരു കേസാണത്. കൈവെട്ട് കേസിലെ പ്രതികളെ എങ്ങനെയാ കൊണ്ടുപോകാറുന്നത്, കോടതിയുടെ അനുമതിയോട് കൂടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാ കൊണ്ടുപോകാറുന്നു, എങ്ങനെയാന്നുള്ളത് അതൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പൊ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നടക്കണം. ഈ നിയമത്തിന്റെ പഴുതുകൾ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ആ പഴുതുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് നിയമപരം. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാലോ, ആരും കോടതിയിൽ നിയമസഭയിൽ പറയല്ല ചെയ്യുക. അദ്ദേഹം ചെയ്യേണ്ടത് നിയമസഭയിലല്ല. സുരേന്ദ്രൻ, അതിന്റെ ഒരു ചെറിയ വിഷയം, ഈ പരോൾ കൊടുക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ പാലിച്ച് പരമാവധി പരോൾ കൊടുക്കാനുള്ളതിന്റെ നിയമത്തിന്റെ അത്തരം പഴുതുകളൊക്കെ ഉണ്ട്. ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പലപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് നിയമപരമായി അത് തെറ്റാണ് എന്നൊക്കെ പറയണമെങ്കിൽ എല്ലാ തരത്തിൽ അവർ പുറത്തു വന്ന് അവരുടെ പേരെടുത്ത കേസ് ഇപ്പോൾ കൊടിസുനിക്ക് 60 ദിവസമേ കിട്ടുള്ളൂ. കാരണം കൊടിസുനി പുറത്തു വന്ന് മറ്റൊരു കേസിൽ പ്രതിയായി അതിൽ വീണ്ടും ശിക്ഷയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടാതിരുന്നത്. അങ്ങനെയൊക്കെ ഇവർ മറ്റുള്ളവർക്ക് അത് വന്നില്ലെങ്കിൽ ആ പഴുതാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഹൈക്കോടതിയിൽ പോവാലോ, ഹൈക്കോടതി പോവാന്നല്ല പറയണ്ട, ഹൈക്കോടതി പോയിട്ട് ഇത് നിർത്തലാക്കണം. ഞാൻ ഇതിനെ ഒരിക്കലും അനുകൂലിക്കില്ല. ഇങ്ങനെയുള്ള കുറ്റവാളികളെ പുറത്തേക്ക് വിടുന്നതിന് അനുകൂലിക്കുന്നില്ല. പിന്നെ ജയിലിലെ ഭക്ഷണ രീതി ഒന്ന് നോക്കുക സാർ. ആരാണ് അവിടെ ഉണ്ടാക്കി വെച്ചാണ് ഭക്ഷണ രീതി? ഒരു അനാഥാലയത്തിൽ പോലും ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടാവില്ല. ഇത്ര ഗ്രാമം കറക്റ്റ് ആക്കി കൊടുക്കണം. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമങ്ങളാ? ഇവിടുത്തെ പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാവരും കൂടി ഉണ്ടാക്കിയ നിയമങ്ങളല്ലേ? ജയിലിൽ കിടന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കാതിരിക്കൽ ഒരു ശരിയായ ഭക്ഷണം കൊടുക്കണം. അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കണല്ലോ. എന്താ അവിടെ ഒരു പ്രത്യേകത? താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അനാഥാലയങ്ങളിലും ആ തരത്തിൽ നല്ല ഭക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട്. ഭക്ഷണം കൊടുക്കണ്ടേന്ന് ചോദിച്ചു സാർ, ഇല്ലേ? സാറിപ്പോ ചോദിച്ചു ഭക്ഷണം അവിടെ കൊടുക്കണ്ടേന്ന് സാറ് ചോദിച്ചല്ലോ. അതെ. അപ്പൊ അതാണ് പറയണത്, ഇങ്ങനെയുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കാനല്ലോ, ഒരു ജയിലിലായാലും എവിടെയായാലും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സാമാന്യമായ നീതി കൊടുക്കണം. ജയിലിൽ നേരത്തെ എങ്ങനെയാ ഭക്ഷണം കൊടുത്തിരുന്നെന്ന് സാറിനറിയാം. കാലം മാറിയപ്പോൾ അതനുസരിച്ച് മാറി. ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം. അല്ല, സാറിന് വലിയ വിഷയമാവുന്നില്ലേ? സാറിന് എല്ലാ കാര്യങ്ങളും അങ്ങനെ സാറിന്റേതായ രീതിയിൽ വരുമ്പോ അത് വലിയ കാര്യങ്ങളോ, ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അത് വലിയ കാര്യങ്ങളല്ല. അത് എപ്പോഴും അങ്ങനെയാണ്. അതായിക്കോട്ടെ. ശ്രീ സുരേന്ദ്രൻ, ഞാൻ ഈ പരോള് കൊടുക്കുന്നതിനെയും നമ്മൾ ജയിലിലെ ഭക്ഷണത്തെ ഒരേപോലെ കാണാൻ കഴിയില്ല. പരോള് കൊടുക്കുന്നതിനെ എതിർക്കുമ്പോൾ തന്നെ ജയിലിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ്. ജയിലിലെ ഭക്ഷണ രീതികൾ സാധാരണ ഒരു വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, നമുക്ക് സാധാരണ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ അവിടെ. അപ്പൊ പിന്നെന്താ ഇവർക്ക് ജയിലിൽ പോയ സുഖ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ ആ തരത്തിലും അഭിപ്രായമുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് ജയിലിലെ ഭക്ഷണ രീതിയെ കുറിച്ചൊക്കെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തിൽ ജയിലിലെ ഭക്ഷണമല്ല നമ്മുടെ വിഷയം, പരോള വിഷയം. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മളത് പറഞ്ഞതേ ഉള്ളൂ. അതെയോ, പരോള് സർക്കാർ നിർത്തൽ ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. കാരണം പരോള് കൊടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നിയമങ്ങൾ മാറ്റം വരുത്തണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ കേൾക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്നും നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനം മന്ത്രി രാജിവെക്കണമെന്ന് ആവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയൽ. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ. താമരശ്ശേരി, ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളോട് LDF കൺവീനർ അകലം പാലിച്ചു. മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് പ്രതികരിക്കാൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളിൽ 3 പേർക്ക് 1000 ദിവസത്തിനുമേൽ പരോളും
മറ്റ് 3 പേർക്ക് 500 ദിവസത്തിനു മേളിലാണ് പരോൾ ലഭിച്ചത്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു ആണ്. ശ്രീ ദീപു, തിരുവനന്തപുരത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഏതെല്ലാം നിയമത്തിന്റെ സാധ്യതകളുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് പരമാവധി പരോൾ നൽകുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കിരൺ അത് ന്യൂസ് 18 അങ്ങനെ പറയുന്നത്? ന്യൂസ് 18 പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതെ, അത് ശരി, അത് പറഞ്ഞു, അത്രയും ലീവ് കൊടുത്തെന്ന് പറഞ്ഞു. ഇത് പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ്. പരമാവധി ഉപയോഗിക്കാതെ ഒരാൾക്ക് ആകപ്പാട് ഈ 10 വർഷം തികയാത്ത പ്രതികൾക്ക് 3 വർഷം ഇതാണ് കുറവ്. ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആരോപണത്തിന് എന്ത് തെളിവുള്ളത്? അതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഇന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച മറുപടിയാണെന്ന്. ആ മറുപടിയൊക്കെ നിങ്ങൾ പറഞ്ഞ സർക്കാർ ഇടപെട്ടു, എന്തോ അനധികൃതമായി ഇടപെട്ടു എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവർക്ക് ഇത്രയും പരോൾ കിട്ടി. കേരളത്തിൽ സാധാരണഗതിയിൽ ജയിലിൽ കിടക്കുന്ന മഹാഭൂരിപക്ഷം പ്രതികൾക്കും ഈ പരോൾ കിട്ടാറില്ല. നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പരോൾ കൊടുക്കാം അതെല്ലാം കൊടുത്തു. ആർക്കാണ് നോക്കൂ, ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യമേ ഈ പ്രതികളെല്ലാം കൂടെ സർക്കാരിന്റെയോ CPM-ന്റെയോ ഭാഗമാണ്, അല്ലെങ്കിൽ ഇവരെ എല്ലാം അനുകൂലിക്കുന്നവരാണ് ഈ പറയുന്നവരെല്ലാം എന്നുള്ള ധാരണ വെച്ച് നിങ്ങൾ പുലർത്തണ്ട. നിങ്ങൾ ഈ സർക്കാർ കേസിലെ പ്രതികൾക്ക് നിങ്ങൾ തന്നെ പറയാനാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ. ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് വിളിക്കുന്നത്? താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഈ അതിഥികളാണോ എന്നുള്ള ചോദ്യത്തിന്റെ പുറത്താണ് ഞങ്ങളെ പോലുള്ളവർ വിളിക്കുന്നത്. നിങ്ങൾ പറയൂ, ഈ നിങ്ങൾ കാണിക്കുന്ന ഈ ഡാറ്റാസിന്റെ അടുത്ത് ഓർഡിനറി ലീവ് 15 days, അത് കഴിഞ്ഞ് 2.5 മാസം കഴിഞ്ഞ് ഓർഡിനറി ലീവ് 15 days, എമർജൻസി ലീവ്, ഇങ്ങനെ പറഞ്ഞാണ് കിടക്കുന്നത്. ഈ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് കൊടുക്കാവുന്ന ലീവിന് അപ്പുറം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് എത്ര ദിവസമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇപ്പം ഈ പറയുന്ന KC രാമചന്ദ്രന് 1081 ലീവ് പരോളാണ് കൊടുത്തതെന്ന് നിങ്ങൾ പറയുന്നു. അതിൽ 1 ദിവസം കൂടുതൽ അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. ശ്രീ ദീപു, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ശ്രീ ദീപു, ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് കൃത്യമായി ഏതെല്ലാം നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതികൾക്ക് നിങ്ങൾ ഈ പറയുന്ന ആരോപണം എല്ലാം ഉന്നയിക്കുക, എന്നിട്ട് ആരോപണം ഉന്നയിച്ച് ഇവർക്ക് 1 ദിവസം അധികം കിട്ടി എന്ന് നിങ്ങൾ തെളിയിക്കാൻ രമ ഇവിടെ മിണ്ടാതിരിക്കുവോ? രമ കോടതിയിൽ പോയില്ലേ? അപ്പൊ നിങ്ങൾ ഇവർക്ക് 1 ദിവസം ഈ സർക്കാർ നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാതും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർക്ക് കൊടുത്തു എന്ന് പറയാം. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ശ്രീ ദീപു പറഞ്ഞത്. ഇതുവരെ പറഞ്ഞെടുത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ? എന്തെല്ലാം നിയമത്തിന്റെ പഴുതുകളുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് മാക്സിമം സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിന്റെ അതിഥികളോ എന്ന് ചോദിക്കുന്നത്? അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? കേരളത്തിൽ ആകെ ജയിൽ കിടക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് ഇതിന്റെ പകുതി പരോൾ കിട്ടിയിട്ടുണ്ട്? തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഈ നിയമം അനുസരിച്ച് ഇവർക്ക് ഇത്രയും ദിവസം അധികം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന്റെ അതിഥികളാണ്, ഇത് സർക്കാർ ഉത്തരം പറയണം, മുഖ്യമന്ത്രി ഉത്തരം പറയണം എന്ന് പറയുന്നതിനകത്ത് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന്. ശ്രീ ദീപു, അത് തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത്. കേരളത്തിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ, ആ പ്രതികൾ ഒരു 10% പേർക്കെങ്കിലും ഇവർക്ക് കിട്ടിയ അത്ര പരോൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ കിട്ടാത്തവരുടെ കാര്യം പറഞ്ഞു വരുമെന്ന് നമുക്ക് ഒരുമിച്ച് പോരാടാം. അങ്ങനെ കിട്ടാത്തവരുടെ കാര്യം ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ അധികം കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ശ്രീ ദീപു. അതാണ് കിരണെ ന്യൂസ് 18 പ്രശ്നം. നിങ്ങള് ഒരു മുൻവിധിയോടുകൂടി ഈ ലോകത്താകെ നടന്നിട്ടുള്ള ഒരു കൊലപാതകം അങ്ങനെയൊന്നുമല്ല. ഈ ലോകത്ത് ഒരുപാട് കൊലപാതകങ്ങൾ, ഇതിനേക്കാൾ ദുഷ്ടകരമായ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. തന്നെ ആ മനുഷ്യത്വമില്ലാത്തവരുടെ കൂടെ അല്ല ഞങ്ങൾ ആരും നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞു വന്ന് സർക്കാരാണ് ഇത് മാത്രമാണ് ചെയ്യുന്നത് പറയാൻ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡാറ്റ വെച്ച് നിങ്ങൾ പറയൂ, രമയ്ക്ക് കൊടുക്കൂ, ഞങ്ങൾ കൂടെ നിൽക്കാം. ഇനി നിങ്ങൾ പറയുന്നത് പോലെ മറ്റ് പ്രതികൾക്ക് ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയണമെങ്കിൽ അവരുടെ പേര് പറയൂ, ഒരുമിച്ച് നമുക്ക് പോരാടാം. അവർക്ക് മനസ്സിലാവും. താങ്കൾക്ക് തന്നെ ഈ ഡേറ്റാസ് എല്ലാം വ്യക്തമാണ്. കേരളത്തിൽ ശരാശരി ഒരു തടവ് പുള്ളിക്ക് എത്ര ദിവസം പരോൾ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട്? ആ പരോൾ കിട്ടുന്നതിന്റെ കണക്കൊക്കെ നമ്മുടെ ഇവിടെ തന്നെ താങ്കൾക്ക് അവൈലബിൾ ആണ്. പ്രതികളാണ് 12 വർഷമായ പ്രതികള് ഈ 2.5 മാസം കൂടുമ്പോ 15 ദിവസം ലീവ് കിട്ടും. നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഡാറ്റാസ് ഇല്ലേ? ആ ഡാറ്റാസിലെ വെച്ച് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതല്ലേ? കാൽക്കുലേറ്റർ ഇല്ലേ? ഏതെങ്കിലും ഒരെണ്ണം അനധികൃതമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങളുടെ കയ്യിൽ ആ ഡാറ്റ ഇല്ല. ശരി ദീപുവിന് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, ഏതെല്ലാം പരോളിന്റെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സർവ്വ പഴുതുകൾ ഉപയോഗിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പറയൂ, ഒരുമിച്ച് നമുക്ക് രമയോടൊപ്പം. ശരി, ഓക്കെ, ഒരുമിച്ച് നമുക്ക് രമയോടൊപ്പം ഒന്നും പോരാടണ്ട. അവിടെ കേസൊക്കെ നോക്കിക്കോളും. എന്തായാലും ഇക്കാര്യത്തിലൊന്നും ദീപു നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇത്തരം ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളിലൊക്കെ അതിന്റെ താല്പര്യങ്ങളൊക്കെ എന്തായാലും പൊതുജനവും ഒക്കെ ഇതെല്ലാം വിലയിരുത്തുന്നതൊക്കെ തന്നെയാണ്. ശ്രീ അനിൽകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്?
നമസ്കാരം സാർ. ഇത് ഇപ്പൊ ഈ ദീപു പറഞ്ഞ ഞാൻ കേട്ടു. രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടെയാണ്. പിന്നെ ഈ സാധാരണ ജനങ്ങൾക്കൊന്നും ഇത് കിട്ടാറില്ല കേട്ടോ. ഈ സാധാരണ നമ്മളെ നാട്ടുപുറത്തുനിന്ന് പോയി ജയിലിൽ കിടക്കുന്നവർക്കൊന്നും ഇങ്ങനെ ഒരു ഇത് കിട്ടിയതായിട്ട് എനിക്കറിയില്ല. പിന്നെ യാഥാർത്ഥ്യം തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാം. എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാനുള്ള അവസരം ഒന്നും കിട്ടില്ലല്ലോ നമ്മുടെ രാജ്യത്ത്. വേറൊരു കാര്യമുണ്ട് സാർ. ഈ ജയിലിൽ പോകുന്നതും അല്ലെങ്കിൽ ഈ വലിയ വക്കീലന്മാരെയൊക്കെ വെച്ച് ഇതൊക്കെ വാദിക്കുന്നത് ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. അതൊന്നും സാധാരണ ഒരു പെറ്റി കേസ് പോയി ജയിലിൽ കിടക്കുന്നൊന്നും കഴിയില്ല. അവരൊക്കെ ഇതിന്റെ ജാമ്യക്കാർ എല്ലാം ജയിലിൽ കിടക്കുന്ന കുറച്ച് പേരെ എനിക്കറിയാം. ഒരുപാട് പേരുണ്ട് ജാമ്യക്കാരെ കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കിടന്ന് കഴിയേണ്ടി വരുന്ന, ജാമ്യം കൊടുത്തിട്ട് പോലും ജാമ്യം എടുക്കാൻ കഴിയാതെ അതിന് പണം അടയ്ക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വക്കീൽ ഹാജരാവാനോ ഒന്നും ഇല്ലാതെ കിടക്കുന്നവരൊക്കെ ഒരുപാട് പേര്. പിന്നെ ഈ പുറത്തിറങ്ങിയ, അതായത് നമ്മൾ സെൻസേഷൻ, അതായത് പുറത്തറിയുന്ന, നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരെല്ലാവരും വൻകിട വക്കീലന്മാരെ വെച്ച് വാദിച്ചൊക്കെയാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ അതിലൊക്കെ ലൂപ്പ് കോളുകൾ ഉണ്ടായിരിക്കാം. ഇത് ഒന്നുമില്ലാതെ സർക്കാരിന്റെ വക്കീലിനെ വെച്ച് വാദിച്ച് പുറത്തിറങ്ങുന്നവർ വളരെ അപൂർവമാണ്. പലരും ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങി അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ മരിച്ചുപോയ കേസുകളവരെ എനിക്കറിയാവുന്നതാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മഹേഷ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ മഹേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ സ്വന്തമായിട്ട് പാർട്ടിയും കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അവർക്ക് ഇതൊക്കെ ആവാം. TP ചന്ദ്രശേഖരന്റെ കൊലപാതകയ്ക്ക് ആവശ്യത്തിനുള്ള പരോളും ബാക്കിയുള്ള സൗകര്യവും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉള്ളത്. ഇവിടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലക്കേസിന് സ്വന്തം ഖജനാവിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആ കേസ് നടത്തിയ ആൾക്കാരാണ് ഇവര്. അപ്പൊ അവർക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത ആൾക്കാരാ. ഇവിടുത്തെ പോലീസ് സംവിധാനം പോലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കിരൺ അറിയാമല്ലോ. ഇത്രയും ഒരു പരാജയപ്പെട്ട ഒരു ഭരണവും ഒരു പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പും ഇന്ന് കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതേ അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത്. ഇപ്പൊ ഇവര് കാണിക്കുന്നത് മൊത്തം അതേപോലുള്ള പരിപാടികളല്ലേ. ഇപ്പം TP ചന്ദ്രശേഖരനെ കൊല ചെയ്യപ്പെട്ടവരുടെ പരോളിന്റെ ലിസ്റ്റ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചല്ലോ. എന്താണത്? അവര് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവര് നൽകിയിരിക്കുന്ന ഇളവുകളൊക്കെ കുറിച്ച്. ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ ഇളവ് വല്ലതും കിട്ടുകയാണേ? എന്താ ഇവിടെ കാണിക്കുന്നത് ഇവർക്ക് എന്ത്? ഈ ഒരു വർഷം കൂടെ ഇവരുടെ അവസാന ഭരണമാണെന്നാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത്. ആ അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരു വിഷയത്തെ വെച്ച് കേരളത്തിലെ മുഴുവൻ അവസ്ഥയെ അങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ താങ്കൾ പറയാം. ശ്രീ രാജേഷ് ആണ് കൊല്ലത്തുനിന്നാണ്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ മാത്രമേ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. അത് എന്റെ കൊല്ലത്തുനിന്നുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മൾ സർക്കാരിന്റെ കുറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ തമ്മിലുണ്ട്. അത് മൊത്തം എന്ന് വെച്ചാൽ, ഹലോ ശ്രീ രാജേഷ് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? അത് നമ്മളൊരു സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ല അവിടെ. ശരി, ഓക്കെ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. കിരണെ, അക്രമ രാഷ്ട്രീയത്തിനെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ പ്രതികൾ ഏതെന്ന് ചോദിച്ചാൽ TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ കൊടിസുനിയും കൃമാണി മനോജും കൊടിസുനിക്ക് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്കാണ്. കൊടിസുനിക്ക് കിട്ടിയിട്ടില്ല. CK രാമേന്ദ്രനും ട്രൗസർ മനോജിനും സിജിത്തിനും ഒക്കെയാണ്, ഷാഫിക്കും ഒക്കെയാണ് കിട്ടിയത്. കൊടിസുനിക്ക് 60 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. കൊടിസുനി പരോൾ ഇറങ്ങി മറ്റൊരു കേസിൽ പ്രതിയായി വീണ്ടും അകത്തായി. അത് കാരണം പിന്നെ പരോൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ കേസിലും പ്രതിയാകുമ്പോഴും പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുകയല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ TP ചന്ദ്രശേഖരന് 51 വെട്ടിക്കൊല്ലുമ്പോ ഒരു മനുഷ്യനെ കൊല്ലാമെങ്കിൽ വേണമെങ്കിൽ 1 2 വെട്ടിക്കൊല്ലാം. പക്ഷെ അരുംകൊല, ക്രൂരമായി ഒരു മനുഷ്യനോട് ഇപ്പൊ എന്തിനാ കൊന്നത്? CPM-ന്റെ നയങ്ങളുമായി യോജിക്കാൻ പറ്റാത്തപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ CMP പാർട്ടി ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരൻ. നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിപ്പോയാലേ അയാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഗവൺമെന്റിന്റെ സമയത്ത് ഇതല്ല, ഇതിന്റെ അപ്പുറവും നടക്കും. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റും കമ്മ്യൂണിസവും. ലോകത്ത് മൊത്തം, ഇവിടെ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ലോകത്ത് മൊത്തം അവസാനിപ്പിച്ചു.
ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ശ്രീ ബിനോയ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആ തരത്തിലേക്കുള്ള കുഴപ്പമുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം, ശ്രീ ബിനോയ് അങ്ങനെയല്ല, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉണ്ടായതും അത് പ്രവർത്തിച്ചതുമൊക്കെ ലോകത്തെ സാധാരണക്കാരായ തൊഴിലാളികളുടെ വിമോചനത്തിന് വേണ്ടിയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചോട്ടെ കിരണേ, ഏത് തൊഴിലാളി സമരത്തിന് വേണ്ടി TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്? ഞാൻ പറഞ്ഞില്ല, അത്തരം കാര്യങ്ങൾ പറയാം. അത്തരം കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് ലോകത്ത് കമ്മ്യൂണിസം ആകെ കുഴപ്പത്തിലാണ്, അവര് ആകെ കുഴപ്പത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, അവരാകെ കുഴപ്പത്തിലാകുമ്പോ ഒരാളെ കൊല്ലണമെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, കൊല്ലണമെങ്കിൽ ഒരു വെട്ടുവെട്ടാലേ രണ്ട് വെട്ടുവെട്ടാം. ഒരു വെട്ടുവെട്ടി കൊന്നാലും രണ്ട് വെട്ടി കൊന്നാലും 1000 വെട്ടുവെട്ടി കൊന്നാലും കൊലപാതകം തന്നെയാണ്. ഇത് ക്രൂരതയുടെ കമ്മ്യൂണിസമാണ്. 51 വെട്ട് കമ്മ്യൂണിസം അല്ല ശ്രീ ബിനോയ്, അതെ ചില ക്രിമിനലുകൾ ചെയ്യുന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആരാ? കിരൺ ആ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ഈ ശരത് ലാലിനെയും കൃപേഷിനെ ആരാ ചെയ്തത്? ഈ ഷുഹൈബ് എന്ന് പറഞ്ഞ മട്ടന്നൂരില ആ ചെറുപ്പക്കാരനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ശ്രീ ബിനോയ് എല്ലാ പാർട്ടിക്കാരും പ്രതികളായി വന്ന ഒരുപാട് കേസുകളുണ്ട്. ഇക്കാര്യത്തിൽ നിൽക്കുന്ന പോലെ തന്നെ കേരളത്തിലെ മറ്റു പാർട്ടി കോൺഗ്രസും BJPയും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രീ ബിനോയ് മറ്റൊരു കാര്യം കൂടെ പറയാം, ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ CPM ആണ്. CPM-കാർ കൊല്ലപ്പെട്ടതിന്റെ അത്രയും ആളുകൾ മറ്റു പാർട്ടിയുടെ ഒരാളുകളൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല. എവിടെ ഒരു സംഭവം ഉണ്ടെങ്കിലും അതിനകത്ത് CPM-കാരൻ അപ്പുറത്തെ ഭാഗത്തുണ്ടാവും. BJP-കാരനുമായിട്ട് അടിയുണ്ടായാലും കോൺഗ്രസ്സുകാരായിട്ട് അടിയുണ്ടായാലും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കാരല്ലോ തിരിച്ചു കൊല്ലേണ്ടത്. തിരിച്ചു കൊല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടവർ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, കൊലയ്ക്കൊരിക്കലും കൊല ഒരു ഉത്തരവല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ആരെ കൊന്നാലും ഏത് വീട്ടിലെ മക്കൾ നഷ്ടപ്പെട്ടാലും അത് നഷ്ടം തന്നെയാണ്. കൊലയോട് ഞാൻ ഇനി കോൺഗ്രസ്സുകാരനെ കൊന്നാലും കമ്മ്യൂണിസ്റ്റുകാരനെ BJP-കാരനെ കൊന്നാലും RSS-കാരനെ കൊന്നാലും ഞാൻ പറയുന്നു, കൊലയ്ക്ക് ബദൽ കൊല അതിനൊരു പരിഹാരമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ജയിലുകളിൽ CPM-കാർ ഇവിടെ CPM-കാർ പുറത്ത് പ്രവർത്തിക്കുന്നതിനൊക്കെ അവർ ജയിലിനകത്ത് പ്രവർത്തിക്കുന്ന. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗോപാലകൃഷ്ണനാണ്, ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയ ഈ പരോളിനെ കാണുന്നത്? നമസ്കാരം. നമ്മളുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ അധികാരം കിട്ടുമ്പോൾ ചെയ്യേണ്ടത്? നിവൃത്തിയില്ലായിട്ടാണ്. കാരണം എന്താ അറിയോ, ഇല്ലാത്ത സമയത്ത് കിട്ടുന്നത് ഉള്ള സമയത്താണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലാതെ ഇപ്പൊ എന്താ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവണത്? കാരണം നിയമത്തിലെ അപാകതയും അതുപോലെ അതിലെ ലൂസ് പോയിന്റും വൃത്തിയായി മനസ്സിലാക്കി നിയമത്തെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവുന്നത്. ശരിയല്ലേ പറയണത്? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ നാരായണനാണ് വാളാഞ്ചേരിയിൽ നിന്ന്. ശ്രീ നാരായണൻ പറയാം. വിളിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു തടവപ്പുള്ളിക്ക് നിയമപരമായി ലഭിക്കാവുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തുനിന്നും പാർട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു തടവപ്പുള്ളിക്ക് ലഭിക്കാത്ത അത്രയും ആനുകൂല്യങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് പാർട്ടി അല്ലെങ്കിൽ ഭരണസംവിധാനം ചെയ്തു കൊടുത്തുള്ളത്. അതിന്റെ കാരണം വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം പരോള് ലഭിക്കാൻ പറ്റുമോ അത്രമാത്രം, എത്ര ഡേയ്സ് ലഭിക്കാൻ പറ്റുമോ അത്രയും ഡേയ്സ് ഇവർക്ക് വേണ്ടി വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നിയമപരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമാണ്. പക്ഷെ ഒരു തടവുള്ളിക്കും ഇന്നേ വരെ അത്ര അധികം പരോൾ ലഭിച്ചിട്ടില്ല. നമ്മുടെ ഇവർക്ക് ലഭിച്ച പരോളുകളിൽ കണ്ണൂരിലെ ഒരു ആയുർവേദ മസാജ് സെന്ററിൽ വരെ എന്ത് നടത്തിയിട്ടുണ്ട്, ഒഴിച്ചിലും അതുപോലെ സുഖചികിത്സ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അന്ന് നമ്മളെ മാധ്യമങ്ങളിൽ വന്നതാണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളുമാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഹീനവും ക്രൂരവുമായ കൊലപാതകമാണ് ഇവർ നടത്തിയത്. അതായത് മരണം വരുത്തുക എന്ന. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചിലരുടെ അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. ശ്രീ ദിലീപ് കുമാർ പറയുന്നു, നിയമവിരുദ്ധമായിട്ടാണ് പരോൾ നൽകിയതെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ, അല്ലാതെ പ്രേക്ഷകരെ വിളിച്ച് സർക്കാരിനെ തെറിപറയിപ്പിച്ച് ആസ്വദിക്കണമെന്ന്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അത് അവരുടെ അഭിപ്രായങ്ങളാണ്, നമ്മളുടെ അഭിപ്രായങ്ങളല്ല പറയുന്നത്. പ്രേക്ഷകർക്ക് അങ്ങനെ സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ അവർ മോശം അഭിപ്രായം പറയും, നല്ലത് പറയേണ്ട ഘട്ടത്തിൽ നല്ല അഭിപ്രായം പറയും. നല്ലത് ചെയ്താൽ നല്ല അഭിപ്രായം പ്രേക്ഷകർ പറയും, അത് സ്വാഭാവികമാണ്. ശ്രീ സുനിൽ NS, TP-യുടെ കൊലയാളികൾക്ക് ചോദിക്കുമ്പോൾ പരോൾ കൊടുത്തില്ലെങ്കിൽ അവർ CPM നേതാക്കളുടെ പങ്ക് വെളിപ്പെടുത്തും, അതാണ് ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുന്നത് പറയുന്നു. സ്പോർട്സ് ഗുരു പറയുന്നു, കിരൺജി നമസ്കാരം, കേരളം ഒരു ബംഗാളാവുന്നു, ഇവിടെയുള്ള സഖാക്കൾ എവിടെ പോയി, പൊറോട്ട അടിക്കും, പിണറായി സിന്ദാബാദ് എന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ശ്രീ കൃഷ്ണദാസ്, 10 വർഷമായി പരോൾ കിട്ടാതെ ജയിൽ കിടക്കുന്നവർ ബന്ധപ്പെടുക എന്ന് പറയുന്നു. ഗോളാന്തര യാത്ര, ജയിൽ നമുക്ക് ബുഫേ സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറയുന്നു.
ട്രംപ് ഭാരതീയരെ ചങ്ങലക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്നവരൊക്കെ ഒരു പരാതിയുമില്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഇതുപോലെ കാണിക്കുമോ? ദിലീപേ, ഞങ്ങൾ ഇതൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്താണ്, പൊതുവേദിയിലടക്കം ചർച്ച ചെയ്യുകയും ആളുകൾ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്താണ്. ട്രംപ് ചങ്ങലക്കിട്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ ധൈര്യപൂർവ്വം തന്നെ അങ്ങനെ അഭിപ്രായം പറയുന്നവരൊക്കെയാണ് പൊതുവേദിയിൽ വിളിക്കുന്ന പ്രേക്ഷകരൊക്കെ ഉള്ളത്. അല്ലാതെ ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രം മിണ്ടാതിരിക്കുകയും ചില കാര്യങ്ങളോട് മാത്രം മിണ്ടുകയും ഒന്നും ചെയ്യുന്നവരല്ല. തെറ്റ് ആരുടെ ഭാഗത്ത് നിന്നാലും അത് ആർജവത്തോടുകൂടി പറയുക എന്നുള്ളത് ആ പാർട്ടിയിലല്ല, ഏത് പാർട്ടിയിലായാലും ആ പാർട്ടി കൂടി നന്നാവാനും നന്നായി പോകാനും നാട് നന്നായി പോകാനും അനിവാര്യം തന്നെയാണ്. അത്തരം വിമർശനങ്ങളില്ലെങ്കിൽ ഒരു പാർട്ടിയും നന്നായി പോകില്ല. ശ്രീ ദിലീപ് അതെങ്കിലും മനസ്സിലാക്കുക. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കളുടെ അഭിപ്രായം പറയാം. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ അതിഥികൾ 100% ശരിവെക്കുന്ന ഒരു ടൈറ്റിലാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ പ്രതികളൊക്കെ ആരൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ആരാണ് ഒന്ന് പറയൂ കിരൺ? മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതിന്റെ ആളുകളാണല്ലോ. അപ്പോ ആരാണ് ഭരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി. ആരാണ് മുഖ്യമന്ത്രി? പിണറായി വിജയൻ. ആരാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്? പിണറായി വിജയൻ. ജയിൽ വകുപ്പ് ആരുടെ കീഴിലാണ്? പിണറായിയുടെ കീഴിൽ. അപ്പൊ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായി. ഏതായാലും ഈ ഒരു അവസരത്തിൽ, പരോൾ നൽകിയ അവസരത്തിൽ ന്യൂസ് 18 കേരള ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നത് ജനങ്ങൾക്ക് ഒന്നുകൂടി ഇത് അരക്കിട്ടുറപ്പിക്കാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഏതായാലും ന്യൂസ് 18 അഭിനന്ദനങ്ങൾ അറിയിക്കുക. ശ്രീ ജോസ് ആണ് കാവാലത്ത് നിന്നും. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ ജോസ്, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. എന്നാൽ താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് വരൂ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, ഈ പരോളിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതുവരെ പൊതുവേദിയിലേക്ക് വിളിച്ച മഹാഭൂരിപക്ഷം പേരും ഇതിനെ എതിർത്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ആ TP ചന്ദ്രശേഖരന്റെ ആ കൊല അവരുടെ നമ്മളെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം. ഇതിപ്പോ ഒഞ്ചിയത്ത് മാത്രമല്ല, അദ്ദേഹം വളർന്നു വരുന്ന വലിയൊരു നേതാവാനുള്ള ഒരാളാണ്. അത് ഭീഷണി ആർക്കാണ്? അത് സംശയമൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. കേരളത്തിലെ ഒട്ടാകെ ജനങ്ങൾ ഇപ്പോൾ പാലക്കാട് ഇരിക്കുന്ന നമുക്ക് പോലും അത് ദഹിക്കുന്നില്ല. ഇങ്ങനെ അവരുടെ ആരാധനയാണ് TPയുടെയും KK രമയുടെയും ഒക്കെ തോന്നുന്നത് നമുക്ക്. അപ്പൊ ഇത് ഒരു സ്പോൺസേഡ് മദ്രാണ് തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അത് യാഥാർത്ഥ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സംരക്ഷിക്കുക എന്നുള്ളത് സംശയമൊന്നുമില്ല, അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സംശയമൊന്നുമില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. കിരൺ, ലോക കമ്മ്യൂണിസത്തെ വെള്ളപൂശല്ലേ? സ്റ്റാലിനും മാവോയും ലെനിനും പോൾപോട്ടും ചെഷസ്ക്യൂവും പോലുള്ള കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ കൊന്നൊടുക്കിയിട്ടുള്ളതിൻ്റെ കണക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അവരൊക്കെ കൊന്നൊടുക്കിയതിൻ്റെയൊക്കെ കണക്കൊക്കെ താങ്കൾക്ക് കിട്ടാൻ പ്രയാസമൊന്നുമില്ലെന്നറിയാം. പക്ഷേ അതിലും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ മതങ്ങളുടെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ അത്രയൊന്നും ആളുകളെ കൊന്നൊടുക്കിയവരൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അങ്ങനെ ലോകത്തിന് തള്ളിക്കളയാവുന്നൊരു പ്രത്യയശാസ്ത്രമല്ല. ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് താങ്കൾ ചരിത്രപരമായി ഈ ലോകത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ താങ്കൾക്ക് കൂടി മനസ്സിലാവുമെന്നാണ് സുനിൽ NS-നോട് പറയാനുള്ളത്. അല്ലാതെ ആരെങ്കിലും കൊലപ്പെടുത്തിയതിനെ ഞങ്ങളാരും ന്യായീകരിച്ചിട്ടില്ല. അതിന് ഏത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അനാവശ്യമായി അല്ലെങ്കിൽ അവർക്ക് വഴിവിട്ട് നൽകുന്ന സഹായമായാൽ പോലും അതിനെ വിമർശിക്കുന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. ശ്രീ ഗോളാന്തര യാത്ര, എന്നിട്ടും ചില ട്രംപിനോടും അമേരിക്കയോടും വെറുപ്പ് എന്നൊക്കെ ഗോളാന്തര യാത്ര പറയുന്നത്. ഗോളാന്തര യാത്ര ട്രംപിൻ്റെ അന്ധനായ ആരാധകനാണെന്ന് തോന്നുന്നു. എന്തായാലും അമേരിക്ക അങ്ങനെ ഇന്ത്യയുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്ന രാജ്യമൊന്നുമല്ല ശ്രീ ഗോളാന്തര യാത്ര. താങ്കൾക്ക് ആ ചരിത്രമൊക്കെ പഠിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാലത്തും അങ്ങനെ ചില കാലത്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി മറ്റ് ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്ത സഹായമൊക്കെ തന്നെയാണ്. അല്ലാത്ത കാലത്തൊക്കെ അങ്ങനെ സഹായിച്ചൊന്നുമല്ല നിന്നിട്ടുള്ളത്. ശ്രീ ഡിജിയാണ് കുമ്പനാട് നിന്ന്. ശ്രീ ജോസ് ആണ് കാവാലത്ത് നിന്ന്. ശ്രീ ജോസ്, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. ഹലോ, ഗുഡ് ഈവനിങ് മിസ്റ്റർ കിരൺ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഈ രാഷ്ട്രീയ കൊലപാതകികൾക്ക് എല്ലാ കാലത്തും ഭരണ നേതൃത്വം സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇവരെയൊക്കെ വീര ആരാധനയോടുകൂടി ജനങ്ങൾ കാണുന്ന ഒരു പറ്റം ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് നിയമ സംവിധാനങ്ങൾ എപ്പോഴും അവർക്ക് കണ്ണടക്കുകയാണ്. അവർക്ക് ജയിലിൽ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് എന്താ പറയുക, പക്ഷെ എപ്പോഴും രാഷ്ട്രീയ ചായ്വുള്ളവരിതൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഈ ചാനലിൽ തന്നെ പലരും വന്ന് സംസാരിക്കുന്നത് ഇത് സാധാരണഗതിയിൽ സംഭവിച്ച കാര്യമാണ്. ഈ ശിക്ഷ ഇളവും പരോളും ഒക്കെ ഒന്നുമില്ല, സാധാരണഗതിയിൽ സംഭവിച്ചാണെന്ന് സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരെ നമ്മളിപ്പോ തന്നെ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഈ ചായ്വും ചെരിയൊക്കെ വിടാം. നമുക്ക് ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി നിഷ്ഠൂരമായി കൊന്നവർക്ക് ഇങ്ങനെ
അവർക്ക് പുറത്ത് വിഹരിക്കാനായിട്ട് എന്താണ് സമയം കൊടുക്കുന്നു. അത് ചെയ്ത് സപ്പോർട്ടാണ്. അത് ഇവരെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെ ചെയ്തു കൊടുക്കുന്നത്. ശ്രീ ഡിജി ആണ് കുമ്പനാട്. ശ്രീ ഡിജി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, നമ്മളൊരു ഒരു പ്രളയമോ മറ്റു പ്രശ്നങ്ങളോ വന്നാൽ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. അപ്പം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഹലോ കേൾക്കാൻ പറഞ്ഞോളൂ. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താ പറഞ്ഞ ദുഷിച്ച കുറച്ച് ആൾക്കാരുടെ മനസ്സായി കാണുന്നത്. ഒരു പ്രളയം വന്ന നാട്ടുകാർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പ്രളയമൊക്കെ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ജാതി മതം തൊട്ട് എല്ലാ വിഷയവും പൊങ്ങി വരും. അതാണ് മലയാളി, അങ്ങനെ ഒരു ശീലമുണ്ട്. അതന്നെ സാറേ, വെള്ളം പല രീതിയിലാ മനുഷ്യന്റെ മനസ്സുകൾ തന്നെ വെള്ളമുണ്ട്. ആ വെള്ളം കയറുമ്പോൾ ഓരോ ചെയ്യുന്നു, ആ വെള്ളം ഇറങ്ങുമ്പോൾ നല്ല രീതിയിലാണ് ശ്രമിക്കും. ഇത്രയേ ഉള്ളൂ. ജയിലെന്ന് പറഞ്ഞ സാറിന് രാവിലെ ചായ കിട്ടുന്ന രാവിലെ 6 മണിക്ക് കിട്ടുമോ? ഹലോ, എനിക്ക് രാവിലെ ചായ, ഞാൻ തന്നെ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കേണ്ടി വരും. ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് രാവിലെ 6 മണിക്ക് മുമ്പ് ചായ കിട്ടിയിരിക്കും, അവിടെ കൊണ്ട് കൊടുത്തിരിക്കും. ശരി, ഓക്കെ. ശ്രീ ഷൈജു ആണ് നെടുമങ്ങാട് നിന്നും. ശ്രീ ഷൈജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നവര് ഇപ്പൊ പറയുന്നത് ടി.പി. ചന്ദ്രശേഖരന് പാർട്ടിയായിട്ട് ഈ കൊന്നവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോ നമ്മുടെ ഇന്നിപ്പോ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജ് മരിച്ചിട്ട് ഇപ്പോ 1 വർഷം ഈ 18-ാം തീയതി ആവുകയാണ്. അപ്പോ ഈ 18-ാം തീയതി അവിടെ അവിടെ SFIയുടെ ബോർഡ് വെച്ച് ഈ കൊന്ന ആൾക്കാരെയും വെച്ചിട്ട് സഹാക്കന്മാർക്ക് വലിയ സന്ദേശങ്ങൾ എഴുതിയ പാർട്ടിയാണ് ഈ പാർട്ടി. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അവർക്ക് പരോള് കൊടുത്തില്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി അകത്തിടക്കേണ്ടി വരും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളിൽ 3 പേർക്ക് 1000 ദിവസത്തിനുമേൽ പരോളും മറ്റു 3 പേർക്ക് 500 ദിവസത്തിനുമേലാണ് പരോൾ കിട്ടിയത്. ഏതെല്ലാം പരോളിന്റെ നിയമസാധ്യതകളുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് പരോൾ നൽകിയത്. അതിനെതിരായ ഒരു പൊതുവികാരമാണ് ന്യൂസ് 18 പൊതുവേദിയിൽ വിളിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞത്. എന്നാൽ ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെയല്ല, അത് നിയമപരമായി കൊടുത്ത പരോളാണ്, അതിനെതിരെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊള്ളുകട്ടെ എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.